ഈ സഭയിലെ നിർമ്മല സീതാരാമൻ ഇന്നലെ കമ്മ്യൂണിസ്റ്റുകൾ അല്ല ഭീരുക്കളാണ് അതെ അതെ നിർമ്മല നിർമ്മല സീതാരാമൻ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് അങ്ങനെ പറയണം. ബ്രിട്ടീഷുകാർക്ക് 10-11 മാപ്പപേക്ഷ കൊടുത്ത സവാർക്കറുടെ അനുയായിയാണ്. BBC-യുടെ കണക്ക് പ്രകാരം 11 സവാർക്കറുടെ ഗ്രാൻഡ് നെഫ്യൂവിൻ്റെ കോടതിയിലെ സാക്ഷ്യപ്രകാരം 10. ഒരു ദിവസം പോലും പാർലമെൻറ്റിൽ വരാത്ത ഭയന്നോടുന്ന മോഡിയുടെയും അമിത്ഷയുടെയും അനുയായിയായ നിർമ്മല സീതാരാമൻ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഇങ്ങനെ പറയണം. ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് കഴുമരത്തിലേക്ക് പോയ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോഴാണ് ഈ മാപ്പപേക്ഷ കൊടുത്ത് താണുകേണ് ബ്രിട്ടീഷുകാരുടെ ബൂട്ട് നക്കിയ സവാർക്കറുടെയും കൂട്ടരുടെയും അനുയായികളായിട്ടുള്ള നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ ചോദിച്ച പ്രസക്തമായ ചോദ്യങ്ങൾക്കൊന്നും അവർ മറുപടി പറഞ്ഞില്ല. വളരെ രഹസ്യമായി ഗോപ്യമായി ഒരു ഓർഡിനൻസ് നിയമമാക്കുന്ന വ്യാജേന ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെൻഡ്മെൻറ്റ് തോല എന്നുള്ള ഓമന പേരിൽ 54 കോടി ആൾക്കാർ ഭാഗവാക്കായ UPAയിൽ സേവന നിരക്ക് ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലാങ്ക് ചെക്ക് അവർ പാർലമെൻറ്റിൽ നിന്ന് വാങ്ങിയാണ്. അപ്പോൾ അവരാകെ പറയുന്ന ന്യായം എന്താണ്? ഞങ്ങളിപ്പോൾ ഇത് ഏർപ്പെടുത്തുന്നില്ല, ഇനി ഏർപ്പെടുത്തിയാൽ തന്നെ അത് ചെറിയൊരു ന്യൂനപക്ഷത്തിന് മാത്രമായിരിക്കും. അതിനേക്കാൾ വലിയൊരു ആനമണ്ടത്തരമല്ല, ബോധപൂർവമായ തെറ്റിദ്ധരിപ്പിക്കൽ അവർ നടത്തിയത്. ഇത് കച്ചവടക്കാർക്ക് മാത്രമല്ലേ ബാധകം, ഈ മെർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്? അത് ഉപഭോക്താവിലേക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ലോകത്തിലെവിടെയെങ്കിലും സാമ്പത്തിക ശാസ്ത്രത്തിൽ കച്ചവടക്കാർക്ക് മേൽ ചുമത്തുന്ന ഭാരം ഉപഭോക്താവിലേക്ക് പോകാതിരിക്കുന്നൊരു സാഹചര്യം ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ GST ഇളവ് കൊടുത്തപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഞങ്ങൾ നൽകുന്ന ഇളവുകളെല്ലാം ഉപഭോക്താക്കൾക്ക് കൈമാറണം, ഇളവ് കൈമാറണമെന്ന് ശടിക്കുന്ന നിർമ്മല സീതാരാമൻ ഭാരം ചുമത്തുമ്പോൾ അത് കച്ചവടക്കാരൻ തന്നെ അത് ഏറ്റെടുക്കുമെന്ന് ചിന്തിക്കാനുള്ള മൗഢ്യത അവർക്കുണ്ടാവില്ല. കബളിപ്പിക്കലാണ്. മാത്രമല്ല, ഈ നിയമം വളരെ അധാർമികവും നിയമവിരുദ്ധമാണ്. എന്താ കാരണം? ഒരു കണക്കുകളും അവതരിപ്പിക്കാതെ ഒരു ബ്ലാങ്കറ്റ് അപ്രൂവലാണ് അവരെടുക്കുന്നത്. ഞാൻ കൃത്യമായി അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ കണക്ക് പറ, ഏതൊക്കെ വിഭാഗങ്ങളെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്, ഏതൊക്കെ ഇടപാടുകൾക്കാണ് ഈ സേവന നിരക്ക് ബാധകമാകാൻ പോകുന്നത്? ഒരു മറുപടിയും അവർ പറഞ്ഞില്ല. അവർ കൺകെട്ട് നടത്തി, അവർ പാർലമെൻറ്റിൽ നിന്ന് ഒളിച്ചോടി, ചില വീരവാദങ്ങൾ അവർ മുഴക്കി. എനിക്ക് അവരോടൊരു അഭ്യർത്ഥനയുണ്ട്. അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള ആൾക്കാർ പറയുന്നത് അവർ കേൾക്കണം. കുടുംബത്തിലെ തന്നെ സാമ്പത്തിക ശാസ്ത്രനായിട്ടുള്ള പരകാല പ്രഭാകർ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ഈ സാമ്പത്തിക നയം ഇന്ത്യയെ തകർത്തിരിക്കുകയാണ്. വൂഡോ എക്കണോമിക്സാണ് നടത്തുന്നത്. അതായത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ താറുമാറാക്കുന്ന താൽക്കാലിക സാമ്പത്തിക നടപടികളുമായിട്ടാണ് ഈ സർക്കാർ മുമ്പോട്ട് പോകുന്നത്. അതിന് വലിയ വില ജനങ്ങൾ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, പരകാല പ്രഭാകരാണ്. അവരുടെ വാക്കുകളെങ്കിലും കേൾക്കാനുള്ള ഒരു മര്യാദ നിർമ്മല സീതാരാമൻ കാണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.